റവന്യൂ വകുപ്പിൻ്റെ ജില്ലാതല അവലോകന യോഗങ്ങൾ 14 ജില്ലകളിലും ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ ജില്ലാതല അവലോകന യോഗം ഇന്ന് കാസർഗോഡ് നടക്കുകയാണ്. റവന്യൂ വകുപ്പ് പൊതുവായി നടപ്പാക്കുന്ന പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ 100 ദിന കർമ്മ പരിപാടികളിൽ റവന്യൂ വകുപ്പ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജില്ലയിലെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച ചെയ്ത് അത്തരം കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ യോഗം ഇവിടെ തുടങ്ങുന്നത്. ജൂലൈ 30 വരെ ഉള്ള ദിവസങ്ങളിൽ 14 ജില്ലകളിലായി എല്ലാ ജില്ലകളിലെയും യോഗങ്ങൾ പൂർത്തീകരിക്കും. റവന്യൂ വകുപ്പ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വില്ലേജ് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വകുപ്പ് എന്നുള്ള നിലയ്ക്ക് പരമാവധി സേവനങ്ങൾ ഏറ്റവും സുതാര്യമായ ഏറ്റവും വേഗത്തിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള നടപടിക്രമങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്ക് അറിയാം, ഇന്ന് ഭൂമിയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഏതാണ്ട് ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് തന്നെ ഏതാണ്ട് 2 ലക്ഷത്തിലധികം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 25,000-ഓളം അത്തരം അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. പട്ടയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏതാണ്ട് 100 ദിവസത്തിനകം 5,000-ഓളം പട്ടയങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഭൂമി സംബന്ധമായ തർക്കങ്ങളും അതുപോലെ ഇത്തരം പരാതികൾ കെട്ടിക്കിടക്കുന്നതുമൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതും, ജനങ്ങൾ പലവട്ടം ഒരാവശ്യത്തിന് വേണ്ടി 9 വട്ടം ഓഫീസുകൾ കയറി ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് പ്രത്യേകം പൊതുവായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസ് മുതൽ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ഓഫീസുകൾ ജനസൗഹൃദ ഓഫീസുകളായിരിക്കണം. ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ അവർക്ക് ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പിൽ ഉദ്യോഗസ്ഥന്മാരുടെ പ്രയാസങ്ങളും, ഏറ്റവും കൂടുതൽ ജോലി ഭാരമുള്ള ഉദ്യോഗസ്ഥന്മാരാണെന്ന് വില്ലേജ് ഓഫീസിലുള്ളത്, താലൂക്ക് ഓഫീസിലുള്ളത്, എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അവരുടെ പ്രയാസങ്ങൾ വളരെ കൂടുതലാണ്. പക്ഷേ എന്നിരുന്നാലും ആ പ്രയാസങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ജനങ്ങളുടെ കാര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം ഉണ്ടാവണം എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ സമീപനം. അതിനാവശ്യമായ നടപടികൾ എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തുടക്കമാണ് ഞങ്ങളുടെ ജില്ലാതല അവലോകന യോഗത്തിൽ. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വില്ലേജ് ഓഫീസുകളുടെ ഒരു അവസ്ഥ നമുക്കറിയാം. പല വില്ലേജ് ഓഫീസുകളും വളരെ പ്രയാസകരമാണ്. അതുകൊണ്ട് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ നമ്മൾ ആലോചിച്ചിരുന്ന നടപ്പാക്കിക്കൊണ്ടിരുന്ന കാര്യമാണ് സ്മാർട്ട് വില്ലേജുകൾ എന്നുള്ളത്. ആ സ്മാർട്ട് വില്ലേജുകൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ ഇത്തവണത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടെ നമുക്ക് റവന്യൂ ടവർ പല ജില്ലകളും നമ്മൾ ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മിനി സിവിൽ സ്റ്റേഷനുകൾ നമ്മൾ ഇതിനകം പ്രഖ്യാപിച്ച് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ താലൂക്ക് ഓഫീസുകൾ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. മഞ്ചേശ്വരം താലൂക്ക് ഓഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ് പ്രത്യേക ശ്രദ്ധ കൊടുക്കും. എല്ലാ താലൂക്ക് ഓഫീസുകളും നല്ല രീതിയിൽ കെട്ടിടങ്ങളും ഭൗതിക സാഹചര്യങ്ങളും ഉണ്ടാവണം. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെ താല്പര്യം മാത്രമല്ല, ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഓഫീസുകൾ അതൊക്കെ അവിടെ വരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർക്കൊരു സൗകര്യം കൂടി ഒരുക്കുന്ന രീതിയിൽ നല്ല താലൂക്ക് ഓഫീസുകൾ ഉണ്ടാക്കുക എന്നുള്ളത് ഗവൺമെൻറ് മുന്നിലുള്ള കാര്യമാണ്. മഞ്ചേശ്വരം താലൂക്കിൻ്റെ കാര്യത്തിലും പ്രത്യേക പരിഗണന ഗവൺമെൻറ്റിൻ്റെ മുന്നിലുണ്ട്. അത് ആ രീതിയിൽ തന്നെ അവിടെ മാറ്റം ഉണ്ടാക്കും. ഞാൻ അതിൻ്റെ പൂർണ്ണമായ ഡീറ്റെയിൽസ്
മഞ്ചേശ്വരം MLA എൻ്റെ അടുത്ത കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. താലൂക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഈ ഒരു പ്രയാസങ്ങൾ പരിഹരിക്കാനുള്ള നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ആരാ സംസാരിക്കുന്നു? അല്ല, പൊതുവായ ചില കയ്യേറ്റങ്ങളെ കുറിച്ച് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആദ്യ യോഗത്തിൽ തന്നെ, ഉദ്യോഗസ്ഥതല യോഗത്തിൽ തന്നെ കൊടുത്ത നിർദ്ദേശം, റവന്യൂവുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് ഭൂമികൾ കയ്യേറ്റം, ഏത് രീതിയിലുള്ള കയ്യേറ്റമായാലും ഇടുക്കിയിലാണ് കൂടുതൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത്തരം കയ്യേറ്റങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, അത്തരം കയ്യേറ്റങ്ങൾ നടക്കുമ്പോൾ അത് എതിരായ നടപടി എടുക്കാത്ത ഉദ്യോഗസ്ഥന്മാർ ആരായാലും അത് ശക്തമായ നടപടി അവർക്കെതിരെ ഉണ്ടാകും എന്ന് വരെ ഞങ്ങൾ എല്ലാ ഉദ്യോഗസ്ഥ തലത്തിൽ ഞാൻ നിർദ്ദേശം അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് സമീപനം, ഏത് ഭൂമി ആര് കയ്യേറിയാലും അത് അംഗീകരിക്കുന്ന, ഗവൺമെൻറ് ഭൂമി കയ്യേറി കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ശക്തമായ നടപടി ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവും. ഈ ഒരു കാര്യം പ്രത്യേകം ഗവൺമെൻറ് പരിശോധിക്കാം. അതുകൊണ്ടാണ് പ്രത്യേകം ഞാനത് നോക്കാം. അല്ല, അത് അറിയാലോ. എയിംസുമായി ബന്ധപ്പെട്ട, സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യം ഒരുപാട് കാലമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ പൊതുവായിട്ടുള്ള തീരുമാനം എവിടെയായാലും എയിംസ് വരണം എന്നുള്ളതാണ്. നമുക്ക് അതിനകത്ത് സ്ഥലം ഇല്ലാന്നുള്ള പേരിൽ നഷ്ടപ്പെട്ടു പോരുത്. ആരോഗ്യവകുപ്പ് മന്ത്രി വളരെ വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടെ വന്നു കഴിഞ്ഞാലും ഞങ്ങൾ ആവശ്യമായ സ്ഥലം കൊടുക്കും. എവിടെ നിർദ്ദേശിച്ചു കഴിഞ്ഞാലും എവിടെ എന്നുള്ളത് അത് ആരോഗ്യവകുപ്പും ബന്ധപ്പെട്ട് ആലോചിച്ച് നമുക്ക് അതിനകത്തൊരു അവസാന കാര്യം പറയാൻ പറ്റും. റവന്യൂ വകുപ്പ് അതുമായി ബന്ധപ്പെട്ട എവിടെയൊക്കെ ലാൻഡ് ഉണ്ടെങ്കിൽ, ഇത്തരം കാര്യങ്ങൾ വരികയാണെങ്കിൽ അത് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വലിയ നേട്ടമുണ്ടാക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് റവന്യൂ വകുപ്പിന് കീഴിലുള്ള ലാൻഡ് അത് വിട്ടുകൊടുക്കാൻ കഴിയുന്നതാണെങ്കിൽ നിർബന്ധമായത് വിട്ടുകൊടുത്തുകൊണ്ട് എയിംസ് പോലെയുള്ള സ്ഥാപനം വരുന്നതിനുള്ള എല്ലാ പിന്തുണയും റവന്യൂ വകുപ്പിന് ഭാഗത്തുനിന്നുണ്ടാവും.